പരിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19, 23 മുതലുള്ള തിരുവചനങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ശിഷ്യന്മാർ ഇതുകേട്ട് വിസ്മയഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെ എങ്കിൽ രക്ഷപ്പെടുവാൻ ആർക്ക് സാധിക്കും? യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? യേശു അവരോട് പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച് നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനങ്ങളിൽ ഇരിക്കും. എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ഇരട്ടി ലഭിക്കും. അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കിരിക്കും. ഈശോ മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗം, പ്രത്യേകിച്ച് ലേഖന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ യൂദാശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ച് കേട്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മോശയാണ്. മോശയുടെ മരണത്തെ പരാമർശിക്കുന്നുണ്ട് അവിടെ. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകവും നിയമാവർത്തന പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് ഒരു സങ്കടം തോന്നുന്ന കാര്യമാണ്. അത് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ചെങ്കടലൊക്കെ കടത്തി സീൻ മരുഭൂമിയിലൂടെ 40 വർഷം അവരുടെ കൂടെ നിന്ന് അവർക്ക് അപ്പവും അതുപോലെ വെള്ളവുമൊക്കെ നൽകി അവരെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ജോർദാൻ കടന്ന് കാനാനിലേക്ക് പ്രവേശിച്ചാൽ മതി. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ കാണുന്നത് മോശയുടെ മരണമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. തമ്പുരാനോട് നമുക്ക് ഇടയ്ക്കെങ്കിലും ഒരു വിഷമം തോന്നുന്ന കാര്യമാണ്. അതായത് ഈ ജനത്തിൻ്റെ എല്ലാ ദുഷ്വചനങ്ങളും എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ആവലാതികൾ, വിഷമങ്ങൾ, അവരുടെ ശകാരവാക്കുകൾ, അവരുടെ ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ ആര് ഏറ്റെടുത്തു? മോശ ഏറ്റെടുത്തു, അല്ലേ? എന്നിട്ട് അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ കാനാൻ ദേശത്തേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ ആ ലക്ഷ്യം കാണാതെ മോശ മരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട്. തമ്പുരാനോട് നമുക്ക് ഇടയ്ക്കെങ്കിലും വഴക്കുകൂടാൻ തോന്നുന്നതിൻ്റെ അല്ലെങ്കിൽ ഒരു പരിഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ദൈവമേ, ഈ കഷ്ടപ്പാടുകൾ മുഴുവനും നീ എനിക്ക് നൽകുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഫലം അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം നേടി അതിൻ്റെ സദ്ഫലങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കാതെ സങ്കടങ്ങളുടെ മാത്രം മനുഷ്യരായി പോകുമ്പോൾ, ദൈവമേ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കടം മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് എന്ന് ഇടയ്ക്കെങ്കിലും നമുക്കൊരു പരിഭവമുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു പുറപ്പാടിൻ്റെ പുസ്തകം വായിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ നിയമാവർത്തനം വായിച്ചു പോകുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നില്ല. പക്ഷേ ഇന്ന് യൂദാത്തദേവുസിൻ്റെ ഈ ലേഖനത്തിലാണ് ശരിക്കു പറഞ്ഞാൽ നമുക്കതിൻ്റെ ഉത്തരമുള്ളത്. അതായത് മോശ മരിക്കുമ്പോൾ മോശയെക്കുറിച്ച് ദൈവം പറയുന്നത് എന്താ? അതായത് ഈശോയുമായിട്ടാണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോശയെ താരതമ്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തിൻ്റെ മോശയെപ്പോലൊരു പ്രവാചകൻ, അവനെയാണ് ജനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നിറവേറുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ മരിക്കുമ്പോൾ ഈ മോശയുടെ ശരീരത്തെ ചൊല്ലി ആര് അവകാശവാദമായിട്ട് വന്നു? സാത്താൻ. നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട കാര്യമല്ലേ? അല്ലേ? നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യമല്ലേ? അതായത്
ഈ ഇത്രോ ശക്തനായ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി മരണത്തോടടുക്കുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ ഇതാ പിശാച അനുവാദം അല്ലെങ്കിൽ അവകാശവുമായിട്ട് വരുന്നു. ഈ ശരീരം, ഈ മോശ ആർക്ക് അവകാശപ്പെട്ടതാണെന്ന്? എന്തൊരു നീതിയാണല്ലേ, അല്ലേ? നിങ്ങൾക്ക് ഭയപ്പാട് തോന്നുന്നുണ്ടോ? എനിക്കൊരു പേടി തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കുഞ്ഞു കാര്യങ്ങളും ആര് സസൂക്ഷ്മം വീക്ഷിക്കുന്നു? പിശാച്. ദൈവം വീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളൊരു താല്പര്യവും, അല്ലേ? എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തെ പ്രതി സാത്താൻ അവകാശം പ്രഖ്യാപിച്ചതെന്ന് അറിയാവോ? അതായത് ജനം വെള്ളം കിട്ടാതെ മോശയ്ക്കും കർത്താവിനുമെതിരെ പിറുപിറുത്തൊരു സമയത്ത് ആദ്യം മോശയോട് ദൈവം പറഞ്ഞു, നീ നിൻ്റെ വടി കയ്യിലെടുക്കുക, പോയി പാറയിൽ അടിക്കുക, പാറയിൽ നിന്ന് ജലം പുറപ്പെടും. അങ്ങനെ സംഭവിച്ചു. ജനമെല്ലാം സന്തോഷമായി. അവർ നന്നായി ജലം കുടിച്ച് സംതൃപ്തിയടങ്ങി. വീണ്ടും മരുഭൂമിയിലുള്ള യാത്രയിൽ വീണ്ടും ജലമില്ലാതെ വന്നപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നീ ആ പാറയോട് കൽപ്പിക്കുക, ആ പാറ നിനക്ക് ജലം പുറപ്പെടും. പക്ഷെ മോശയ്ക്ക് മുൻപേറൊരു അനുഭവം. എന്താണ് മോശ ചെയ്തത്? വടി കൊണ്ട് അടിച്ചപ്പോഴാണ് വെള്ളം വന്നത്. ഇപ്രാവശ്യവും അടിച്ചാൽ വെള്ളം കിട്ടുമെന്ന് മോശ കരുതി. പക്ഷേ അടിക്കുകയും ചെയ്തു, വെള്ളം വരികയും ചെയ്തു. ഇത് ദൈവം നമുക്കൊക്കെ തരുന്ന ചില സംരക്ഷണമാണ്. തമ്പുരാൻ പറയുന്നത് അതേപോലെ ചിലപ്പോൾ നമ്മൾ കേട്ടില്ലെങ്കിൽ പോലും നമ്മളെ നാണം കെടുത്താതെ ദൈവം അത്ഭുതങ്ങളൊക്കെ പുറപ്പെടുവിക്കും. പക്ഷേ അവിടെ പിശാചിനറിയാമായിരുന്നു ദൈവം കൽപ്പിച്ചത് എന്താ? അടിക്കാനല്ല, കൽപ്പിക്കാനാണ്. നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അടിച്ചു. പക്ഷെ അത് മോശയ്ക്ക് വിനയായി തീർന്നു. ദൈവം എപ്പോഴും നമ്മളോട് കൽപ്പിക്കുന്ന ഒരു കാര്യം, നീ ജീവിക്കേണ്ടത് നിൻ്റെ ഇഷ്ടത്തിനോ നിൻ്റെ തോന്നലുകൾക്കോ അനുസരിച്ചല്ല, മറിച്ച് ദൈവം നിന്നോട് എന്ത് കൽപ്പിക്കുന്നോ അതനുസരിച്ചാണ്. അപ്പോൾ മോശ അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിശാച് മോശയുടെ ശരീരത്തിന്മേൽ അവകാശം ചോദിച്ചു വന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് വേണമെങ്കിൽ മോശയെ കാനാൻ ദേശത്തേക്ക് പ്രവേശിപ്പിക്കാം. പക്ഷേ ദൈവം വിചാരിച്ചൊരു കാര്യം, നീ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ എനിക്ക് വലുത് നീ എന്നോട് കൂടെ നിത്യം ജീവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തത്? മോശെ, നീ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കേണ്ട, മറിച്ച് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വിചാരിക്കും, ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നത്, എന്നോടൊരു നീതി ദൈവം കാണിക്കുന്നില്ലെന്നൊക്കെ തോന്നും. പക്ഷേ ദൈവത്തിൻ്റെ പരമ പരിശുദ്ധിയെയും ദൈവത്തിൻ്റെ പരമ നന്മയെയും നമ്മൾ ഒരിക്കലും അവിശ്വസിക്കരുത്. കാരണം ദൈവം സർവ്വനന്മ സ്വരൂപനാണ്. ഈ സർവ്വനന്മ സ്വരൂപനായ ദൈവം യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മളോട് പറയുന്നുണ്ട്, തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യരക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ഈ ലോകത്തെ നമ്മെ അത്ര അധികമായി സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ഈ സ്നേഹമാണ് നമ്മളിൽ പലരെയും പല സങ്കടങ്ങളിലൂടെയും തമ്പുരാൻ കടത്തിവിടുന്നത്. കാരണം നമ്മുടെ വിശുദ്ധീകരണം എങ്ങനെയായിരിക്കണം? ദൈവം തൻ്റെ പരിപൂർണതയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവാനാണ് ദൈവം കൽപ്പിക്കുക. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഈ പരിപൂർണതയിലേക്ക് വരാൻ പറ്റില്ല. മറിച്ച് ആര് നമ്മളെ വിശുദ്ധീകരിക്കണം? ദൈവം നമ്മളെ വിശുദ്ധീകരിക്കണം. അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട മത്തായിയുടെ സുവിശേഷത്തിൽ ധനവാന്റെ ധനികനായ യുവാവ് ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ എല്ലാ കൃത്യമായ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ
ദരിദ്രർക്ക് കൊടുക്കുക. അവൻ സങ്കടത്തോടെ വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നാണ് വചനം പറഞ്ഞ്. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത്. എന്നിട്ട് ഈശോ പറയുന്നുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നു. ഇത് അസാധ്യമായ ഒരു കാര്യമാണ് അല്ലേ? ഈ അസാധ്യമായ കാര്യത്തെ തമ്പുരാൻ പറഞ്ഞു വയ്ക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ് അല്ലേ? അപ്പോഴാണ് പത്രോസ്ലീഹ പറയുന്നത്, എന്ത്? ഞാൻ ദൈവമേ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? ഈശോ പറയുന്നത് എന്താ? ഈ ലോകത്തിൽ തന്നെ എല്ലാം 10 മടങ്ങ് നിനക്ക് ലഭിക്കും, നിത്യജീവനും. ഇത് രണ്ടും നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടതാണ്. എന്താ? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുക. അപ്പോൾ ദൈവം അല്ലേ? അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32 വചനം പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധരുടെയൊക്കെ ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ ക്ലാരപുണ്യവതിയെ അനുസ്മരിക്കുന്നതാണ്. ഈ വിശുദ്ധ ക്ലാരപുണ്യവതി ദാരിദ്ര്യത്തെ അകമഴിഞ്ഞ് സ്നേഹിച്ച വ്യക്തിയാണ് അല്ലേ? അതായത് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ക്ലാരയുടെ ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ലോകത്തിൻ്റേതായ എല്ലാ സന്തോഷങ്ങളിലൂടെയും കടന്നു പോകാൻ സാഹചര്യമുണ്ടായിരുന്ന ഈ വ്യക്തി ക്രിസ്തുവിനെ പ്രതി, ഈശോയെ പ്രതി സർവവും ത്യജിക്കുകയാണ്. എല്ലാം പൗലോസ്ലീഹ പറയുന്നത് പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണവും നേട്ടവുമാണ് എന്ന് പറയുന്നത് പോലെ, ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ, ക്രിസ്തുവിനെ പ്രതി എനിക്ക് നേട്ടമായിരുന്നതെല്ലാം ഞാൻ നഷ്ടമായി കരുതി എന്ന് പൗലോസ്ലീഹ ഏറ്റു പറയുന്നത് പോലെ ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ ക്ലാരപുണ്യവതി. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും ഇതുതന്നെയാണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശോയാണ്. നേരെ മറിച്ച് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന കുറേ ഭൗതികമായ നേട്ടങ്ങളാണോ എൻ്റെ മുമ്പിൽ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തെ തിരിച്ചു വെക്കണം. എനിക്ക് 1-ാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുക, ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് മറ്റെല്ലാം ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ക്രിസ്തുവിനെ സ്നേഹിക്കുക, അതിനുശേഷം ബാക്കിയെല്ലാം ചെയ്തുകൊള്ളുക. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നുള്ളതാണ്. ഒരു തിന്മയിലൂടെയോ ഒരു പാപത്തിലൂടെയോ ഒരു മോശമായ ഒരു മേഖലകളിലൂടെയോ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ? നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈശോയാണ് അല്ലേ? അതുകൊണ്ടാണ് വിശുദ്ധരൊക്കെയും പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ ദൈവസാന്നിധ്യ സ്മരണയിൽ ജീവിക്കണം. എന്താ ഈ ദൈവസാന്നിധ്യ സ്മരണ? എന്താ? നമ്മൾ എവിടെയായിരുന്നാലും, മറ്റാരും എന്നെ വീക്ഷിക്കുന്നില്ല എങ്കിലും, മറ്റാരും എന്നെ കാണുന്നില്ല എങ്കിലും, ആരെൻ്റെ കൂടെയുണ്ട്? ഈശോൻ്റെ കൂടെയുണ്ട്. അത് നമ്മളെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കും. ഒപ്പം നമുക്കതൊരു വലിയ ബലമാണ്. കാരണം എന്താ? ഞാൻ ഏത് സങ്കടങ്ങളിലൂടെ പോയാലും, ഏത് രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നിയാലും ആരെൻ്റെ കൂടെയുണ്ട്? ഈശോൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അപ്രകാരം തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നും, ആ തമ്പുരാൻ സർവ്വനന്മ സ്വരൂപനാണ് എന്നും സർവശക്തനാണ് എന്ന ബോധ്യത്തോടെ, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുവാൻ, ആ ഈശോയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.